Hello students, welcome to Sonu's Learning World. In the class will integrals exercise 7.5 question number 16 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് question number 16 നോക്കാം. Integral of 1 by x into x raised to n plus 1 dx. Okay. So നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് പാർഷ്യൽ ഫ്രാക്ഷന്റെ എക്സസൈസിൽ വന്നതുകൊണ്ട് നമുക്കറിയാം ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലെ. പക്ഷേ എന്താണ് നമ്മൾ ഡയറക്റ്റ് നോക്കുന്ന സമയത്ത് ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ഡയറക്റ്റ് ഒരു ഫോമും എന്താണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമുക്ക് എന്താണ് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഏത് രീതിയിൽ ചെയ്യണം. ഓക്കെ, എക്സാമിന് നിങ്ങൾ അങ്ങനെ വേണം വിചാരിക്കാൻ. ഫസ്റ്റ് എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ നമുക്ക് ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്താണ് വി ഹാവ് ടു യൂസ് സം സബ്സ്റ്റിറ്റ്യൂഷൻസ് അല്ലെ. സോ ഞാനിപ്പോ എന്താണ് ഇതാണ് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ടേം അല്ലെ. സോ ഞാൻ ഇതിന് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഓക്കെ, പുട്ട് എക്സ് റേസ് ടു n plus 1 x raised to n plus 1 is equal to t എന്ന് കൊടുത്തു. ഓക്കെ, സോ അപ്പൊ എന്തൊരു n x raised to n minus 1 is equal to dt by dx എന്ന് കിട്ടി. ഓക്കെ, സോ നമ്മൾ നോക്കുന്ന സമയത്ത് മുകളിൽ 1 മാത്രമേ ഉള്ളൂ, മീൻസ് 1 dx മാത്രമേ ഉള്ളൂ. സോ dx is equal to സംതിങ് എഴുതാൻ അല്ലാതെ വേറെ മാർഗമൊന്നും നമുക്കില്ല. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തു, ഈ dx നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. സോ dx is equal to എന്താണ് dt by n x raised to n minus 1 എന്ന് കിട്ടി. ഓക്കെ, സോ നമ്മൾ എന്താണ് ഇവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ് ഇന്റഗ്രൽ ഓഫ് 1 by x നമ്മൾ x എന്ന് തന്നെ കൊടുത്തു. ഇതിന് പകരം നമ്മൾ എന്താ കൊടുത്തത് t എന്ന് കൊടുത്തു ഇൻറ്റു t. ഓക്കെ അല്ലേ. സോ ഇൻറ്റു dx ന് പകരം dt by എന്താ n x raised to n minus 1. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് n ഉണ്ട്, നമുക്ക് n നെ അങ്ങ് പുറത്തെടുക്കാം. സോ 1 by n ഇന്റഗ്രൽ ഓഫ് dt by x into t into x raised to ഒരു n നമ്മൾ പുറത്തെടുത്തല്ലോ. സോ ഈ x raised to n minus 1 നെ x നെയും കൂടെ നമുക്ക് സോൾവ് ചെയ്യാലോ. സോ x raised to n minus 1 നെ x നെയും കൂടെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, x മീൻസ് x raised to 1 into x raised to n minus 1. x എന്ന് വെച്ചാൽ x raised to 1 അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, x raised to m plus n, that is 1 plus n minus 1, so that is x raised to n. ഓക്കെ, സോ അപ്പൊ നമ്മൾ x നെ സോൾവ് ചെയ്ത് നമുക്ക് x raised to n എന്ന് കിട്ടി. ഓക്കെ, സോ x raised to n എന്ന് കിട്ടി. പിന്നെ എന്തുകൊണ്ട്, സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്തു, ഇതിനെ നമ്മൾ സോൾവ് ചെയ്തു, പിന്നെ ബാക്കി ഒരു t കിടപ്പുണ്ട്, അത് നമ്മൾ എഴുതി, പിന്നെ n നെ നമ്മൾ പുറത്തെടുത്തു. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എന്താണ് നമ്മൾ ഡിഫറെന്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് dt ആണ്. സോ നമ്മൾ x നെ മാറ്റണം, x ന്റെ ടേംസ് കാണരുത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെ x നെ മാറ്റുക, ഓൾറെഡി നമുക്ക് x raised to n എന്നാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതല്ലേ. സോ x raised to n നമ്മളിവിടെ x raised to n plus 1 ആണ്, x raised to n plus 1 അല്ല നമ്മൾ t ഇട്ട് കൊടുത്തിരിക്കുന്നത്. സോ x raised to n is equal to t minus 1. ഓക്കെ, അപ്പൊ നമുക്ക് t minus 1 എന്ന് മാറ്റാം. സോ 1 by n integral of dt by t minus 1 into t. ഓക്കെ, സോ ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഭാഗം എടുത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തൂടെ, a by this, b by this. ഓക്കെ, സോ എന്താണ് നമുക്ക് ഈ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. ഓക്കെ, ഞാൻ എന്താണ്, അതായത് ഞാൻ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ എന്താ, ഞാൻ ഇതിനെ കൊണ്ട് മാറ്റി, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് dt by ഓക്കെ t minus 1 into t. സോ t minus 1 into t. ഓക്കെ, സോ ഇതിനെ നമ്മൾ എങ്ങനെയാ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക, ഫസ്റ്റ് നമ്മൾ എന്താണ് ഇന്റഗ്രേഷൻ മാറ്റിയിട്ട് നമ്മൾ എന്താണ് അതിനെ മാറ്റി എഴുതുക അല്ലെ. സോ എന്താണ് 1 by t minus 1 into t എന്ന് പറഞ്ഞാൽ a by t minus 1 plus b by t എന്ന് എഴുതിക്കൂടെ. ഓക്കെ, സോ ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. സോ 1 is equal to a into t minus ഓൾറെഡി ഉണ്ട്, സോ t ആണ് ഇല്ലാത്തത്. ഓക്കെ, പ്ലസ് b into t ഓൾറെഡി ഉണ്ട്, t minus 1 ആണ് ഇല്ലാത്തത്.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, സോ പുട്ട് t is equal to 0 in equation 3. t ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം അങ്ങ് പോവല്ലോ. സോ 1 is equal to a into 0 plus b into 0 minus 1. So minus b is equal to 1 എന്ന് കിട്ടി. Minus b is equal to 1. So b is equal to minus 1. b ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 1 എന്ന് കിട്ടി. സോ b is equal to minus 1. ഇനി നമുക്ക് എയിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എയിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ബിന്റെ ആ ഒരു ടേമിനെ എലിമിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഇവിടെ 1 കൊടുത്താൽ പോരെ. സോ പുട്ട് t is equal to 1 in equation 3. So 1 is equal to a into 1 plus b into 0. So a ന്റെ വാല്യൂ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. So a is equal to 1. a is equal to 1. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? ബിന്റെ വാല്യൂസ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും അല്ലെ? സോ നമുക്ക് ഇട്ട് കൊടുക്കാം. സോ 1 by t minus 1 into t is equal to a means a is 1. 1 by t minus 1 plus b is minus 1 by t. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഓഫ് 1 by t minus 1 into t dt is equal to integral of 1 by t minus 1 dt minus integral of 1 by t dt. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾക്ക് കിട്ടുക. ഓക്കെ, സോ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഡയറക്റ്റ് ചെയ്യാലോ. ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് ലോഗ് മോഡ് t minus 1. ഓക്കെ, സോ എന്തൊരു ലോഗ് mod t minus 1 minus log mod t നമ്മുടെ പ്ലസ് സി. ഓക്കെ, നിങ്ങൾ എന്താണ് സി എന്ന് വെച്ചാൽ എന്താണ്? വലിയൊരു കോൺസ്റ്റന്റ്. ഇങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ C1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്മോൾ സി എന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് ആൻസറിൽ വലിയൊരു സി കൊടുത്താൽ മതി. എന്തായാലും ഒരു കോൺസ്റ്റന്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ C2 എന്ന് കൊടുക്കാം, സോറി C1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ? നമുക്കപ്പം ഈ ഭാഗം കിട്ടി അല്ലെ? ഇത്രയും ഭാഗം നമുക്ക് കിട്ടി. സോ നമുക്ക് എന്താണ്? ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ടീന്റെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഓക്കെ, സോ എന്താണ് നമ്മൾ ഇത് എന്താണ് ഇതില് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സോ ഇത്രയും ഭാഗം എടുത്തിട്ടല്ലേ നമ്മൾ ചെയ്തത്. ഓക്കെ, സോ ദെയർഫോർ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ് ഇക്വേഷൻ നമ്പർ 1 എന്താവും? ഇത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് 1 by x into x raised to n plus 1 dx is equal to നമുക്ക് എന്താണ്? 1 by n integral of ന്റെ ആൻസർ നമുക്ക് കിട്ടി. integral of this thing is this one. Okay, so 1 by n into log mod t minus 1 minus log mod t plus c. Okay, so എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഒറ്റ ഇന്റഗ്രേഷനേ ഉള്ളൂ അല്ലെ? ഇവിടെ നിങ്ങൾക്ക് ഒറ്റ ഇന്റഗ്രേഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് സി തന്നെ ഇട്ടാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് 2 ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഓരോ പാർട്ടിൽ C1 C2 എന്ന് ഇട്ട് പോവാം. ഇവിടെ നിങ്ങൾക്ക് എന്താണ്? ഒറ്റ ഇന്റഗ്രേഷനേ ഉള്ളൂ. സോ ഒരു സി ഇട്ടാലും മതി, ഒരു സി ഇട്ടാൽ മതി. ഓക്കെ, സോ ഇനി എന്താണ്? ഇനി നമുക്ക് എന്താണ്? നമുക്ക് ടീന്റെ വാല്യൂ മാറ്റണം അല്ലെ? ടി എന്ന് പറഞ്ഞാൽ x raised to n plus 1 ആണ്. സോ അത് നമുക്ക് കൊടുക്കാം. സോ 1 by n into നമുക്ക് മുകളിലോട്ട് എഴുതാം. Okay, so this is equal to 1 by n into log mod t എന്ന് വെച്ചാൽ x raised to n plus 1. Okay, x raised to n plus 1 minus 1. t minus 1 എന്നല്ലേ? സോ എന്താണ്? ഒരു -1. ഈ -1 ഉണ്ടല്ലോ, മൈനസ് ലോഗ് മോഡ് ഇത് t മാത്രമല്ലേ ഉള്ളൂ. സോ x raised to n plus 1 ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, പ്ലസ് c. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് എന്താണ് നോക്കുമ്പോൾ നമുക്ക് log a minus log b ഫോം ആണ് അല്ലെ?
log a minus log b. ഇവിടെ x raised to n plus 1 minus 1 എന്നുള്ളത് x raised to 1 minus 1 is 0. Okay, so x raised to n എന്ന് നിങ്ങൾക്ക് എഴുതാം. Okay, so log a minus log b is log a by b. So നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? log x raised to n divided by x raised to n plus 1 plus c എന്ന് എഴുതാം. കാരണം എന്താണ്? log a by b എന്ന് വെച്ചാൽ log a minus log b ആണ്. ഓക്കെ, സോ നമ്മൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എന്താണ് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. നോക്കിയിട്ട് നമ്മൾ ആ മോഡിഫിക്കേഷൻ ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്ക് ഫോം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാവുമോ ഏതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാമല്ലോ. ഇതിന് പാർഷ്യൽ ഫ്രാക്ഷൻ വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ അല്ലേ. അതാകുമ്പോൾ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു, എന്നിട്ട് നിങ്ങൾ ആ ടീൻ്റെ വാല്യൂ ഒക്കെ കറക്റ്റായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 17. Okay, so integral of cos x by 1 minus sin x into 2 minus sin x dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. പക്ഷേ ഈ സൈൻ എക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എയിൻ്റെയും ബീൻ്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിച്ച് എൽസിഎം ഒക്കെ എഴുതി ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ് അല്ലേ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടിടത്തും സൈൻ എക്സ് അല്ലേ, സൈൻ എക്സിന് പകരം നമുക്ക് ടി ഇട്ട് എളുപ്പത്തിൽ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ടിക്ക് പകരം സൈൻ എക്സ് ഇട്ട് കൊടുത്താൽ പോരെ. ഓക്കെ, സോ നമ്മൾ എന്താണ് സൈൻ എക്സിന് പകരം നമ്മൾ ടി എന്നങ്ങ് കൊടുക്കാൻ പോകണം. ഓക്കെ, so put sin x is equal to t എന്ന് കൊടുത്തു. Okay, so that is integral of cos x divided by 1 minus okay cos x. okay, അതുപോലെ തന്നെ നമുക്ക് എന്താണ് cos x ഇപ്പൊ sin x ന് t കൊടുത്തപ്പോൾ നമുക്ക് എന്താണ് cos x dx is equal to അത് ഞാൻ ചെയ്യാൻ മറന്നുപോയി cos x dx is equal to dt. ഓക്കെ, അപ്പൊ നമുക്ക് ഈ cos x dx ന് പകരം നമുക്ക് എന്താണ് dt കൊടുക്കാം. ഓക്കെ, സോ cos x dx ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? dt കൊടുക്കാം. ഓക്കെ, dt by 1 minus t into 2 minus t എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ, ഇപ്പൊ ഓക്കെ ഫോം കറക്റ്റ് ആയി. ഇപ്പം നമ്മുടെ cos x sin x ഒക്കെ പോയിട്ടുണ്ട്. sin x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് cos x കിട്ടും, cos x മുകളിലുണ്ട്. സോ അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ നമുക്ക് എന്താണ് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോം. ഇനി നമുക്ക് എന്താണ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് ഇനി ചെയ്യാം ഡയറക്റ്റ്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുന്നു. ഡി ടി എന്ന് പറഞ്ഞാൽ അവിടെ 1 അല്ലേ, കൂടെ മുകളിലൊന്നും ഇല്ലല്ലോ ന്യൂമറേറ്ററിൽ. ഓക്കെ, സോ 1/1 minus t into 2 minus t is equal to a by 1 minus t plus b by 2 minus t. ഇതല്ലേ നമ്മുടെ ഫോം. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, സോ എന്താണ് ഇനി നമുക്ക് ഡിനോമിനേറ്ററിനെ സെയിം ആക്കാം. ഇവിടെ 1 is equal to ഡിനോമിനേറ്ററിനെ സെയിം ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൻസർ കേട്ടോ ഇത്. 1 is equal to a into ഇവിടെ 1 minus t ഉണ്ട്, വേണ്ടത് 2 minus t ആണ്, പ്ലസ് b into 2 minus t ഉണ്ട്, വേണ്ടത് 1 minus t ആണ്. Let this be our equation number 2. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. സോ എന്താ ചെയ്യേണ്ടത്? put t is equal to 2 in equation 2. അതായത് നമുക്ക് എന്റെ വാല്യൂ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ടീന്റെ വാല്യൂ എന്താണ് നമ്മൾ 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റന്റ് 1 മാത്രമേ ഉള്ളൂ. a into 0 plus b into 1 minus 2 എന്ന് വരും. ഓക്കെ, സോ b into എന്താ -1 is 1, so b is equal to -1 എന്ന് കിട്ടും അല്ലേ. ബിന്റെ വാല്യൂ നമുക്ക് -1. ഓക്കെ, ബിന്റെ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് എഴുതി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ബിന്റെ ടേമിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 1 കൊടുത്താൽ പോരെ. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് 0 ആയി പോക്കോളും. പുട്ട് t is equal to 1 in equation 2. So 1 is equal to a into 2 minus 1 plus b into 0. Okay, so 2 minus 1 എന്ന് പറഞ്ഞാൽ 1. So a ന്റെ വാല്യൂ എന്താണ്? ഫൈനൽ ആൻസർ നമുക്ക് 1 കിട്ടി. So a is equal to 1 എന്നും കിട്ടി. ഓക്കെ, അശോ കുഴപ്പമില്ല. സോ എന്തായിരുന്നു ഇവിടെ? 1/1 minus t into 2 minus t അല്ലായിരുന്നോ?
സോ നമ്മൾ എങ്ങനെ എഴുതുന്നത്? a by 1 minus t plus b by 2 minus t. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് എന്റെ ബിന്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു a is 1 by 1 minus t plus b മൈനസ് ആണ്, സോ മൈനസ് 1 by 2 minus t. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് 1 by 1 minus t into 2 minus t dt is equal to integral of 1 by 1 minus t dt minus integral of 1 by 2 minus t dt. എങ്ങനെയാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ലോഗ് മോഡ് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് 1 മൈനസ് ടി. 1 മൈനസ് ടി. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എക്സിന്റെ ഇപ്പൊ നമ്മൾക്ക് ലോഗ് മോഡ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്താണ്, സോറി, ഇന്റഗ്രൽ ഓഫ് എക്സ് മൈനസ് 1, അതായത് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ഡി എക്സ് അല്ലെങ്കിൽ ടി മൈനസ് 1 ഡി ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്താണ് ലോഗ് മോഡ് എക്സ് മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ എക്സിന് മൈനസ് ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ടിക്ക് മൈനസ് ആണ്, 1 മൈനസ് ടി ആണ്. സോ ആ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, സോ ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് എഴുതി പോകരുത്, കാരണം നിങ്ങൾക്ക് ഒരു മൈനസിന്റെ കുറവ് വരും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ നിങ്ങൾ വേറെ എന്തെങ്കിലും ആയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഈ 1 മൈനസ് ടീനെ നിങ്ങൾ എന്താണ് ഫോർ എക്സാമ്പിൾ 1 മൈനസ് ടി ഇസ് ഈക്വൽ ടു എ എന്നങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വെച്ചു. ഓക്കെ, സോ അപ്പൊ എന്താണ് മൈനസ് ഡി ടി ഇസ് ഈക്വൽ ടു d minus dt is equal to d. Okay, so integral of dt minus dt another dt is equal to minus da. Okay, so minus da by 1 minus t എന്ന് പറഞ്ഞാൽ a ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു മൈനസ് വരും. നിങ്ങൾ ആ ഡയറക്റ്റ് എഴുതുന്ന സമയത്ത് ആ മൈനസ് നിങ്ങൾ എന്താണ് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് മിസ് ചെയ്യാതെ എഴുതുകയാണെങ്കിൽ എന്താണ് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങളത് മിസ് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം 1 മൈനസ് ടി അല്ലെങ്കിൽ 1 മൈനസ് എക്സ്. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് ആലോചിച്ചോണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 മൈനസ് ടീനെ നമ്മൾ ബി ആയിട്ട് അങ്ങ് എടുത്തു എന്ന് വെച്ചു. സോ മൈനസ് ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബി. ഓക്കെ, സോ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബി. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് ഡി ടിക്ക് പകരം നമ്മൾ മൈനസ് ഡി ബി ബൈ ബി എന്ന് ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇനി നമുക്ക് ഇതിന്റെ ആൻസർ എന്താണ്? മൈനസ് ലോഗ് മോഡ് എ പ്ലസ് ലോഗ് മോഡ് ബി പ്ലസ് സി. ഇനി എന്താണ് നമ്മൾ ഈ എന്റെയും ബിന്റെയും വാല്യൂ നമ്മൾ ഇനി തിരിച്ചിട്ട് കൊടുത്താൽ നമുക്ക് എന്താ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, സോ നമുക്ക് എന്റെയും ബിന്റെയും വാല്യൂ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേണ്ടല്ലോ. Okay, so that is equal to minus log mod a എന്ന് വെച്ചാൽ എന്താണ് 1 minus t plus log mod b എന്ന് വെച്ചാൽ 2 minus t plus c. Okay, so നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് എന്തിന്റെ ടേംസിലാണ് വേണ്ടത്? എക്സിന്റെ ടേംസിലാണ്. സോ ടിക്ക് പകരം നിങ്ങൾ എക്സ് മാറ്റി കൊടുക്കുക. സോ മൈനസ് ലോഗ് മോഡ് 1 മൈനസ് സൈൻ എക്സ് plus log mod 2 minus sin x plus c. Okay, ഇവിടെ നിങ്ങൾക്ക് എന്താണ് log a minus log b നമുക്ക് ചെയ്യാം. That is log a by b. So log a minus log b. So log 2 minus sin x by 1 minus sin x plus ഓക്കെ, നമ്മുടെ ഫൈനൽ ആൻസർ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സിന്റെ ടേംസിലായിരിക്കണം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതെന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫോം ഇപ്പം സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും കാണുമ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ചെറിയൊരു എന്താണ് മോഡിഫിക്കേഷൻ ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എളുപ്പം എത്താൻ പറ്റും. So students, if you like my videos, please like, share and subscribe my channel. Thank you so much.